ലോക്സഭയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വലിയ റിസൾട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ നോക്കൂ, അത് നിയമസഭയിലേക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ആറ്റിങ്ങലിൻ്റെ കീഴിലുള്ള നിയമസഭാ സെഗ്മെൻറ്റുകളിൽ തന്നെ അറിയാം വലിയ പരാജയം നേരിട്ടു. ലോക്സഭാ ഇലക്ഷൻ്റെ പാറ്റേൺ അല്ല ഉണ്ടായത്. പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. താങ്കൾ മുമ്പ് പ്രതിദാനം ചെയ്തിരുന്ന സീറ്റ് അടക്കം പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ തോക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ അടിത്തറ കുറേ കൂടി ശക്തമാകണം. അത് ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം. അതിനകത്ത് പാർട്ടിയുടെ ഇപ്പോൾ MP ആണ് അല്ലെങ്കിൽ MLA ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം ആളുകൾ കൂടി അതിന് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാനപരമായി പാർട്ടിയുടെ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോകണം. അതല്ലാതെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വിചാരിക്കുന്നു താങ്കൾ തന്നെയായിരിക്കും സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ആറ്റിങ്ങലിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ തവണത്തേതുപോലെ എളുപ്പമാണ്. കഴിഞ്ഞ തവണ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതുവരെ. അങ്ങോട്ട് എന്താവും അറിയില്ല. കഴിഞ്ഞ തവണത്തേതുപോലെ എളുപ്പമാകുമോ ഇത്തവണ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും അത് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വരാനുള്ള അവസ്ഥ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകരാണ് ഞാൻ. എതിരാളിയെക്കുറിച്ച് സംസാരിച്ച കഴിഞ്ഞ തവണ സിറ്റിംഗ് MP ആയിട്ടുള്ള A സമ്പത്തായിരുന്നു. BJPക്കും വളരെ ശക്തിയായ സ്ഥാനാർത്ഥി വന്നു, ശോഭാ സുരേന്ദ്രൻ വന്നു. ഇത്തവണ എതിരാളി ആരായിരിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പോൾ എതിരാളി ആരായാലും ആരെന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ലല്ലോ. CPMൻ്റെ തീരുമാനം അവരാണ് എടുക്കേണ്ടത്. CPMന് വളരെ ശക്തമായ അടിത്തറയുള്ള മേഖലയാണ്. ചോദിച്ചത് നന്നായി, നല്ലൊരു ചോദ്യമാണ്. പറയുന്നിടത്ത് 1,14,000-ലധികം വോട്ടുകൾ ഡബിൾ വോട്ട് ഉണ്ടായിരുന്നു. ഡബിൾ വോട്ട് മാത്രമല്ല, ഒരേ വ്യക്തിക്ക് തന്നെ 3 വരെ 4 വോട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ 2-3 വോട്ട് ചെയ്ത് ഇത് അടക്കി വരിച്ചുകൊണ്ടിരുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അത് കണ്ടെത്തിയതിന് ശേഷം അന്നത്തെ കളക്ടറെടുത്ത് ഞാൻ പരാതി പറഞ്ഞു. പരാതി തരിക മാത്രമല്ല, ഞാൻ ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കൊടുത്തു. അവരിത് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് ശരിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർക്ക് നിർദ്ദേശം വന്നനുസരിച്ചാണ് കളക്ടർ പറഞ്ഞു, ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ വന്നാൽ അവരെ പിടിക്കും എന്ന് പറഞ്ഞു. ആ വോട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ മുന്നണി എങ്ങനെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലെ കടന്നു വരാൻ അവസരം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കട്ടെ.